മലയാള സിനിമ പുറത്തുവിട്ട ഭൂതം വേട്ട തുടങ്ങി. സ്ത്രീ സുരക്ഷയുടെ കാലം. ഇന്നും കേരള സ്ത്രീക്ക് വേണമെന്ന് പറയുന്നത് ലജ്ജാവഹമാണ്. സിനിമ തുടങ്ങിയ കാലം മുതൽ ചൂഷണം നടന്നുവരുന്നുണ്ട്. ഇത് തുറന്നു പറയാൻ ധൈര്യം കാണിക്കുന്ന ആളുകൾ വിരളം. എങ്കിലും ഈ കഴിഞ്ഞ നാളുകളിൽ കണ്ടുവരുന്ന കാര്യങ്ങൾ ആശാവഹമാണ്. സിനിമയിൽ പല പ്രമുഖരുടെയും പേരുകൾ പരാമർശിക്കപ്പെട്ടു. അതിൽ ചിലരുടെ മേൽ കേസുകൾ രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി മാധ്യമങ്ങൾ ഒരുപോലെ ഇരയും വേട്ടക്കാരനെയും ക്രൂശിക്കുന്നുണ്ട്. കിടക്ക പങ്കിടാതെ അവസരം ലഭിക്കില്ല എന്നുള്ളത് വസ്തുതാപരമായ കാര്യമായി കണ്ടുവരുന്നു. അങ്ങനെയെങ്കിൽ അവസരങ്ങൾ ലഭിച്ചവരിൽ എത്ര പേർ വഴങ്ങിക്കൊടുത്തിരിക്കും? അവർക്കു എന്താണ് പറയാനുള്ളത്? കോടികളുടെ മുതൽമുടക്കുമായി എത്തി ആഹാരത്തിനു വഴിയില്ലാതെ തെരുവിലെറിയപ്പെട്ട നിർമ്മാതാക്കളും പങ്കിടലുകളും വേട്ടകളും കഴിഞ്ഞു സമയം ഉണ്ടെങ്കിൽ മാത്രം പ്രൊമോഷൻ എത്തുന്ന താരങ്ങളും മലയാള സിനിമയെ റെക്സിക്കൻ മുഖങ്ങൾ തേടി അലയുമ്പോൾ അതിൽ തെറ്റ് ചെയ്യാത്തവൻ കല്ലെറിയട്ടെ എന്ന് പറയാൻ പറ്റുന്ന പേരുകൾ വിരളം. സൂപ്പർ താരങ്ങൾ ലിംഗഭേദമന്യേ ചൂഷണം ചെയ്ത നിർമ്മാതാക്കളും സംവിധായകരും അഭിനേതാക്കളും എന്തിനു പ്രേക്ഷകൻ വരെ കേരളത്തിലുണ്ട്. ശതമായി നോ പറയാതെ വർഷങ്ങൾക്ക് ശേഷം അലമുറയിടുന്നതിനേക്കാൾ നല്ലതു സമയാസമയം തീരുമാനങ്ങൾ എടുത്ത പാർവതിയെപ്പോലുള്ളവർ മലയാള സിനിമയുടെ പ്രതീക്ഷ തന്നെയാണ്. പക്ഷേ അവസരങ്ങൾക്കായി ഏറ്റുവാതിലും തുറന്നു തരാം എന്ന് പറയുന്ന ആളുകളും സിനിമയിലുണ്ട്. അതിന്റെ നിറപ്പകിട്ടിൽ താരപരിവേഷത്തിൽ മതി മറന്നു എത്തി. ഒന്നും ആകാതെ വരുമ്പോൾ അലമുറയിടുന്നതിനേക്കാൾ നല്ലതു സ്വന്തം തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കുക എന്നുള്ളതാണ്. എഡ്ബിൾ MA എന്ന സംഘടന തുടക്കം മുതൽ തന്നെ വെറും പ്രഹസനം മാത്രമാണ് എന്നുള്ള വസ്തുത അതിൽ അംഗത്വം ഉള്ള എല്ലാവർക്കും നന്നായിട്ട് അറിയാം. ഇതൊന്നും അറിയാതെ മുറവിളി കൂട്ടുന്ന പ്രേക്ഷകനും അതിനൊത്ത് തുള്ളുന്ന മാധ്യമങ്ങളും സർക്കാരും ദൈവത്തിന്റെ സ്വന്തം നാട്